രാത്രി 2 മണി. നഗരത്തിൽ വളരെ വലിയൊരു കൊടുങ്കാറ്റടിച്ചു. എല്ലാ ഭാഗത്തും ശക്തമായ മഴ പെയ്യുന്നുണ്ട്. എല്ലാവരും സമാധാനത്തോടെ ഉറങ്ങുകയാണ്. എന്നാൽ ഈ കൊടുങ്കാറ്റ് മുതലെടുത്തുകൊണ്ട് ഒരു കള്ളൻ ഗ്രാൻഡ് ആർട്ട് ഗാലറിക്ക് പുറത്ത് നിൽപ്പുണ്ട്. അവൻ വലിയൊരു മോഷണത്തിനായുള്ള പ്ലാൻ തയ്യാറാക്കുകയാണ്. കൃത്യം രാത്രി 2:15 ഗാലറിയുടെ സെക്യൂരിറ്റി അലാം മുഴങ്ങുന്നു. റെഡ് വാർണിംഗ് ലൈറ്റ് കത്തുവാൻ തുടങ്ങുന്നു. ആരോ ഗാലറിയിലെ ഏറ്റവും വിലപിടിപ്പുള്ള ഗോൾഡൻ ഫ്രെയിം പെയിന്റിംഗ് ദ ഗോൾഡൻ സൺറൈസ് അപ്രത്യക്ഷമാക്കിയിരിക്കുന്നു. കള്ളൻ പെയിന്റിംഗ് മോഷ്ടിച്ച് അവിടെ നിന്ന് ഓടിപ്പോയി. രാവിലെ ആയതോടെ കേസ് സോൾവ് ചെയ്യുവാൻ വേണ്ടി നഗരത്തിലെ ഏറ്റവും മിടുക്കരായ ഡിറ്റക്റ്റീവ് ടീം ദി ഡിറ്റക്റ്റീവ് ഐക്യു സൊസൈറ്റി അവിടെ എത്തിച്ചേരുന്നു. അകത്തേക്ക് വന്നപ്പോൾ തന്നെ മെഹുലും ആലിയയും മുകളിലെ ഗ്ലാസ് സ്കൈലൈറ്റ് തകർന്നതായി കാണുന്നു. മുകളിൽ നിന്ന് ഒരു നനഞ്ഞ കയർ താഴേക്ക് തൂങ്ങിക്കിടക്കുന്നുണ്ടായിരുന്നു. കള്ളൻ ഈ കൊടുങ്കാറ്റുള്ള രാത്രിയിൽ മേൽക്കൂരയുടെ ഗ്ലാസ് തകർത്ത് അകത്തേക്ക് വന്നു. കയറിന്റെ സഹായത്തോടെ താഴേക്കും ഇറങ്ങി. പെയിന്റിംഗ് മോഷ്ടിച്ച് ഇതേ വഴിയിലൂടെ തന്നെ അപ്രത്യക്ഷമായി. എന്നാൽ ഇത്രയും ഹൈ സെക്യൂരിറ്റി ഉള്ള ബിൽഡിംഗിൽ ഒരാൾക്ക് ഇത്ര എളുപ്പത്തിൽ എങ്ങനെ കയറുവാൻ സാധിക്കും? മെഹുലും ആലിയയും ഒരു മുറിയിൽ വെച്ച് ഗാലറിയിലെ 3 സ്റ്റാഫ് മെമ്പേഴ്സിനെയും ചോദ്യം ചെയ്തു. ഈ 3 പേരെയും കാണുമ്പോൾ തന്നെ കള്ളന്മാരെ പോലെ തോന്നുന്നുണ്ട്. ഇവരിൽ ആരെങ്കിലും എന്റെ ലഞ്ച് ബോക്സ് മോഷ്ടിച്ചു കാണുമോ? ആലിയ ഫോക്കസ്. കോടിക്കണക്കിന് രൂപ വിലയുള്ള പെയിന്റിംഗ് ആ മോഷണം പോയിരിക്കുന്നത്. മോഷണം നടന്ന സമയത്ത് നിങ്ങൾ 3 പേരും എവിടെയായിരുന്നു? സർ, ഞാൻ ജനറേറ്റർ റൂമിന്റെ അടുത്തായിരുന്നു. മഴ കാരണം ലൈറ്റുകൾ മിന്നി മിന്നി കത്തുകയായിരുന്നു. സർ, ഞാൻ വീട്ടിലായിരുന്നു. മോഷണ വിവരം അറിഞ്ഞ ഉടൻ തന്നെ ഞാൻ ഈ കനത്ത മഴയത്ത് ഓടി ഇങ്ങോട്ട് വന്നതാ. സർ, ഞാൻ ബേസ്മെന്റിൽ പൈപ്പുകൾ ചെക്ക് ചെയ്യുകയായിരുന്നു. ടെറസിൽ എന്താ സംഭവിച്ചതെന്ന് എനിക്കറിയില്ല. ആലിയ, ഈ 3 പേരെയും ശ്രദ്ധിച്ചു നോക്ക്. ഇവരിൽ ഒരാളുടെ കള്ളം വ്യക്തമായി പിടിക്കപ്പെടുന്നുണ്ട്. ഈ 3 സസ്പെക്ട്സിനെയും കണ്ടിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും വിചിത്രമായി തോന്നിയോ? ഒരു തവണ ശ്രദ്ധിച്ചു നോക്കി കള്ളം കണ്ടുപിടിക്ക്. നിങ്ങളുടെ പക്കൽ 5 സെക്കൻഡ് സമയമുണ്ട്. അരെ സർ, എനിക്ക് മനസ്സിലായി. ഈ ആർട്ട് ക്യൂറേറ്റർ ക്ലാര പറയുന്നത് കള്ളമാണ്. വളരെ ശരിയാണ് ആലിയ. ക്ലാര പറയുന്നത് പുറത്ത് ഇത്രയും ശക്തമായ മഴയത്ത് ഓടി വന്നു എന്നാണ്. എന്നാൽ ശ്രദ്ധിച്ചു നോക്ക്. അവളുടെ കോട്ട്, അവളുടെ ബൂട്ട്, പിന്നെ അവളുടെ അംബർല തികച്ചും ഡ്രൈ ആണ്. അവൾ പുറത്തു നിന്നാണ് വന്നതെങ്കിൽ പൂർണ്ണമായും നനയുമായിരുന്നു. ഇതിനർത്ഥം ക്ലാര നേരത്തെ തന്നെ ഗാലറിയുടെ ഉള്ളിലുണ്ടായിരുന്നു. അവൾ കള്ളം പറയുകയാണ്. ക്ലാരയുടെ കള്ളം പിടിക്കപ്പെട്ടു കഴിഞ്ഞു. എന്നാൽ അവൾ അത്ര എളുപ്പത്തിൽ തോൽവി സമ്മതിക്കുവാൻ തയ്യാറായിരുന്നില്ല. ഇതെന്ത് അസംബന്ധമായ ലോജിക്കാണ്? ഞാൻ കാറിലെ വന്നത്, അതുകൊണ്ട് എന്റെ വസ്ത്രങ്ങൾ ഉണങ്ങിയിരിക്കുന്നത്. നിങ്ങളുടെ കൈവശം യഥാർത്ഥ തെളിവുകളുണ്ടോ? എന്റെ ദൈവമേ, ഇവൾ ദേഷ്യം കൊണ്ട് നല്ല എരിവുള്ള മുളക് ബജിയായി മാറിയിട്ടുണ്ടല്ലോ. സർ, എന്തായാലും കാറിൽ വന്നതാണെങ്കിൽ കൂടെ ഇത്രയധികം ഉണങ്ങിയിരിക്കുന്നത് എങ്ങനെയാണ്? ക്ലാര, നീ പറഞ്ഞു വീട്ടിലായിരുന്നുവെന്നും അലാം കേട്ട ഉടനെയാണ് വന്നതെന്നും. എന്നാൽ ഈ ഗാലറിയുടെ സൈലന്റ് അലാം പോലീസിനും സെക്യൂരിറ്റി ഹെഡിനും മാത്രമാണ് പോകുന്നത്. അങ്ങനെയെങ്കിൽ മോഷണം നടന്ന വിവരം നീ എങ്ങനെ അറിഞ്ഞു? അതെന്നെ സെക്യൂരിറ്റി ഗാർഡ് സാം ഫോൺ ചെയ്ത് പറഞ്ഞതാണ്. എന്താ മാഡം, നിങ്ങൾ കള്ളം പറയുകയാണോ? എന്റെ ഫോൺ സ്വിച്ച് ഓഫ് ആയിരുന്നു. ഞാൻ ആരെയും കോൾ ചെയ്തിട്ടില്ല. ക്ലാര പൂർണ്ണമായും കുടുങ്ങിപ്പോയിരുന്നു. എന്നാൽ അപ്പോഴാണ് ആലിയുടെ ശ്രദ്ധ തറയിലുള്ള ഒരു കാര്യത്തിലേക്ക് പതിഞ്ഞത്. അതെല്ലാവരെയും അത്ഭുതപ്പെടുത്തി. അരെ മെഹുൽ സർ, മോഷണത്തിന്റെ കാര്യം എനിക്കറിയില്ല. പക്ഷേ ഇവിടെ തറയിൽ ആരോ രസകരമായ ഒരു കശുവണ്ടി കഷ്ണം ഇട്ടിട്ടുണ്ട്. ഓഹോ, എന്ത് മധുരമുള്ള മണമാണ്. ആലിയ, ഇത് കശുവണ്ടിയല്ല. സൂക്ഷിച്ചു നോക്ക്. തറയിൽ കിടക്കുന്നത് നനഞ്ഞ മണ്ണും വൈറ്റ് വോൾ പുട്ടി പാട്ടുമാണ്. മണ്ണും പുട്ടിയുമോ? എന്നാൽ സർ, ഗാലറിയുടെ തറ നല്ല വൃത്തിയായി തിളങ്ങിക്കിടക്കുകയാണല്ലോ. ഇതെങ്ങനെ ഇവിടേക്ക് വന്നു? പുറത്ത് കനത്ത മഴയാണ്. ഇതിനർത്ഥം ആരോ പുറത്തു നിന്ന് നനഞ്ഞ ഷൂസുമായി അകത്തേക്ക് വന്നിട്ടുണ്ട്. അയാളുടെ ഷൂസിൽ പുതിയ കൺസ്ട്രക്ഷൻ നടന്ന സ്ഥലത്തെ മണ്ണും പുട്ടിയും പുരണ്ടിട്ടുണ്ടായിരുന്നു. സർ, നമ്മുടെ ഗാലറിയുടെ ബേസ്മെന്റിൽ തന്നെയാ ഇന്നലെ പുതിയ റിനോവേഷനും വാൾപുട്ടിയുടെ ജോലിയും നടന്നത്. മെഹുലിനും മാലിയയ്ക്കും പെയിന്റിംഗിലേക്ക് നയിക്കുന്ന ആദ്യത്തെ സോളിഡ് വഴി കിട്ടിക്കഴിഞ്ഞു. അവർ 3 സസ്പെക്ട്സിനെയും കൊണ്ട് നേരെ ഗാലറിയുടെ ബേസ്മെന്റിലേക്ക് പോകുന്നു. മെഹുലിനും മാലിയയ്ക്കുമൊപ്പം എല്ലാ സസ്പെക്ട്സും ഗാലറിയുടെ ഡാർക്ക് ബേസ്മെന്റിൽ എത്തിച്ചേരുന്നു. എന്നാൽ അവിടെ എത്തിയ ഉടനെ തന്നെ 3 വ്യത്യസ്ത വുഡൻ ഡോർസ് കാണുന്നു. ഇവിടെ 3 വാതിലുകളുണ്ടല്ലോ. ഇതിൽ ഏതെങ്കിലും ഒരു മുറിയിൽ ഉറപ്പായും ചോല ഭട്ടൂര ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. വരൂ, നമുക്ക് തുറന്ന് ചെക്ക് ചെയ്യാം. ആലിയ, നിൽക്ക്. വാതിലുകൾ ശ്രദ്ധിച്ചു നോക്ക്. ഇവയിൽ പുതിയ പെയിന്റും റിനോവേഷൻ ജോലികളും നടക്കുന്നുണ്ടായിരുന്നു. അതുകൊണ്ടാണ് 3 വാതിലുകളിലും വാർണിംഗ് സൈൻസ് വെച്ചിരിക്കുന്നത്. സർ, ആദ്യത്തെ വാതിലിൽ ഡേഞ്ചർ, ഹൈ വോൾട്ടേജ് എന്ന് എഴുതിയിട്ടുണ്ട്. രണ്ടാമത്തേതിൽ വെറ്റ് പെയിന്റ് എന്നും 3-ാമത്തേതിൽ ഡു നോട്ട് എൻ്റർ എന്നും എഴുതിയിരിക്കുന്നു.
കള്ളൻ പെയിന്റിങ്ങുമായി ഓടിയപ്പോൾ അവൻ പരിഭ്രാന്തിയിൽ ഏതെങ്കിലും ഒരു മുറിയുടെ വാതിൽ തുറന്ന് അതിനുള്ളിൽ പെയിന്റിംഗ് ഒളിപ്പിച്ചു വെച്ചു. എന്നാൽ അവൻ ഒരു തെറ്റ് വരുത്തിയിട്ടുണ്ട്. അത് വ്യക്തമായി കാണുകയും ചെയ്യാം. കൂട്ടുകാരെ, ഈ 3 വാതിലുകളും ശ്രദ്ധിച്ചു നോക്കൂ. ഇത് ആദ്യത്തെ ഡോർ, ഇത് രണ്ടാമത്തേത്, പിന്നെ ഇത് മൂന്നാമത്തെ ഡോർ. ഈ വാതിലുകളിൽ ഒന്നിന് പിന്നിൽ പെയിന്റിംഗ് ഒളിപ്പിച്ചിട്ടുണ്ടാകാം. ശ്രദ്ധിച്ചു നോക്കി കള്ളന്റെ തെറ്റ് കണ്ടുപിടിക്കുക. നിങ്ങളുടെ മുൻപിൽ 5 സെക്കൻഡ് സമയമുണ്ട്. മെഹുൽ സർ, എനിക്ക് മനസ്സിലായി. ആ രണ്ടാമത്തെ വാതിലില്ലേ വെറ്റ് പെയിന്റ് എന്ന് എഴുതിയിരിക്കുന്നത്, അതിന്റെ ഡോർ ഹാൻഡിലിൽ ആരുടെയോ നനഞ്ഞ കൈയുടെ അടയാളം ഒളിഞ്ഞിരിപ്പുണ്ട്. പെർഫെക്റ്റ് ഒബ്സർവേഷൻ ആലിയ. ബാക്കി 2 വാതിലുകളും തികച്ചും വൃത്തിയായിരിക്കുന്നു. എന്നാൽ വെറ്റ് പെയിന്റ് ഉള്ള ഡോർ ഹാൻഡിലും ഡോറിലും വെള്ളപ്പൊട്ടിയും മണ്ണും പുരണ്ട കൈപ്പത്തിയുടെ അടയാളങ്ങൾ വ്യക്തമായി കാണാം. കള്ളൻ ഈ മുറിയിലേക്ക് തന്നെയാ പോയിരിക്കുന്നത്. മെഹുൽ ദേഷ്യത്തോടെ വെറ്റ് പെയിന്റ് ഉള്ള ആ രണ്ടാമത്തെ വാതിൽ ശക്തിയായി പുഷ് ചെയ്യുന്നു. എല്ലാവരും മുറിക്കുള്ളിലേക്ക് പ്രവേശിക്കുന്നു. എന്നാൽ ഉള്ളിലെ കാഴ്ച കണ്ട് എല്ലാവരുടെയും ബോധം പോകുന്നു. അരെ, ഇതൊരു വലിയ സ്റ്റോർ റൂം ആണല്ലോ. പക്ഷേ ഇവിടെ എല്ലാ വശങ്ങളിലും വലിയ വലിയ തടിയുടെ വുഡൻ ക്രേറ്റ്സ് വെച്ചിരിക്കുകയാണല്ലോ. ഇവിടെ നമ്മൾ പെയിന്റിംഗ് എവിടെയാ തിരയുക? സർ, ഈ പുതിയ റിനോവേഷൻ റൂമിൽ ഞങ്ങൾ പഴയതും പുതിയതുമായി ആകെ ഏകദേശം 50 വുഡൻ ക്രേറ്റ്സ് വച്ചിട്ടുണ്ട്. ഇവയിൽ നിന്ന് പെയിന്റിംഗ് കണ്ടുപിടിക്കാൻ നിന്നാൽ നേരം വെളുക്കും. കള്ളൻ ഏതെങ്കിലും ബോക്സ് സാവധാനത്തിൽ തുറന്ന് അതിനുള്ളിൽ പെയിന്റിംഗ് ഒളിപ്പിച്ചു വെക്കുവാനുള്ള സമയമുണ്ടായിരുന്നില്ല. അവൻ തീർച്ചയായും വളരെ ധൃതിപ്പെട്ടാണ് ഈ ജോലി ചെയ്തത്. അതെ സർ, അതായത് ഞാൻ ധൃതിയിൽ സമോസ കഴിക്കുമ്പോൾ പ്ലേറ്റിൽ നിന്ന് കുറച്ച് ഗ്രീൻ ചട്നി താഴെ വീഴാറുള്ളത് പോലെ തീർച്ചയായും കള്ളനും എന്തെങ്കിലും ഒരു അടയാളം ഇവിടെ ബാക്കി വെച്ചിട്ടുണ്ടായിരിക്കും. എക്സാക്ട്ലി ആലിയ. 3 സസ്പെക്ട്സിനെയും ശ്രദ്ധിച്ചു നോക്ക്. ഒപ്പം ഈ മുറിയിലെ ക്രേറ്റ്സ് നോക്ക്. നമുക്ക് ചെറിയൊരു ലിങ്ക് മാത്രമാണ് കണ്ടെത്തേണ്ടത്. മെഹുലും ആലിയയും സ്റ്റോർ റൂമിലെ ആ 50 ക്രേറ്റ്സും ശ്രദ്ധയോടെ ചെക്ക് ചെയ്യുവാൻ തുടങ്ങുന്നു. അപ്പോഴാണ് മെഹുലിന്റെ ശ്രദ്ധ മറ്റ് ക്രേറ്റ്സിൽ നിന്നും അല്പം വ്യത്യസ്തമായി കാണപ്പെട്ട 3 ക്രേറ്റ്സിലേക്ക് പതിഞ്ഞത്. സർ, എനിക്ക് എല്ലാ തടിയുടെ ചാക്കുകളും പെട്ടികളും ഒരേപോലെയാ തോന്നുന്നത്. എനിക്കാണെങ്കിൽ വിശപ്പ് കാരണം കണ്ണുകൾ മങ്ങുന്നത് പോലെയും തോന്നുന്നു. എന്റെ ബുദ്ധി ശൂന്യമായതുപോലെ തോന്നുന്നു. ബുദ്ധിയുടെ ലൈറ്റ് തെളിയിക്കൂ ആലിയ. ഈ 3 ബോക്സുകൾ നോക്ക്. ക്രേറ്റ് എ, ക്രേറ്റ് ബി, ക്രേറ്റ് സി. ധൃതി പിടിച്ച് തെളിവ് ഒളിപ്പിക്കുന്നതിനിടയിൽ അയാൾ വലിയൊരു തെറ്റ് വരുത്തിയിട്ടുണ്ട്. കൂട്ടുകാരെ, ഈ 3 ബോക്സുകളായ എ, ബി, സി എന്നിവ ഒരു തവണ ശ്രദ്ധിച്ചു നോക്ക്. ഇതിൽ ഒരു ബോക്സ് വ്യക്തമായി പറഞ്ഞു തരുന്നുണ്ട് കള്ളൻ പെയിന്റിംഗ് ഏതിലാണ് ഒളിപ്പിച്ചിരിക്കുന്നതെന്ന്. എന്താ, നിങ്ങൾക്ക് കള്ളന്റെ തെറ്റ് കണ്ടുപിടിക്കുവാൻ കഴിയുമോ? നിങ്ങൾക്ക് മുന്നിൽ 5 സെക്കൻഡ് സമയമുണ്ട്. മെഹുൽ സർ, എനിക്ക് ഉത്തരം കിട്ടി. അത് നോക്ക്, ക്രേറ്റ് ബി. പുറത്തുനിന്ന് നനഞ്ഞ കയറുമായി കള്ളൻ അകത്തേക്ക് ഓടിയപ്പോൾ അവൻ ഒരുപക്ഷെ ധൃതിയിൽ അത് ക്രേറ്റ് ബിയുടെ മുകളിൽ വെച്ചിരിക്കാം. അതുമൂലം തടിയിൽ വെള്ളത്തിന്റെ നനഞ്ഞ കറ വ്യക്തമായും കാണാം. അത്ഭുതം തന്നെ ആലിയ. ഭക്ഷണത്തിന് പുറമെ നിന്റെ ബുദ്ധിയും ഇവിടെ വളരെ വേഗത്തിൽ ഓടുന്നുണ്ട്. പെയിന്റിംഗ് ഈ ക്രേറ്റ് ബിയുടെ ഉള്ളിൽ തന്നെയാണ്. മെഹുൽ ഒരു നിമിഷം പോലും വൈകാതെ ഒരു വലിയ ടൂൾ എടുത്ത് ക്രേറ്റ് ബി ശക്തിയായി തല്ലി പൊളിച്ചു തുറക്കുന്നു. എല്ലാവരും അത്ഭുതപ്പെട്ടു പോകുന്നു. ഏയ് സർ, കിട്ടിപ്പോയി. ദാ നോക്കൂ, നമ്മുടെ തിളങ്ങുന്ന ദി ഗോൾഡൻ സൺറൈസ് പെയിന്റിംഗ് യാതൊരു കേടുപാടുകളും കൂടാതെ സുരക്ഷിതമായിരിക്കുന്നു. ഇതിലൊരു പോറൽ പോലും വീണിട്ടില്ല. പെയിന്റിംഗ് കിട്ടിക്കഴിഞ്ഞു. ഇനി ഈ മോഷണത്തിന്റെ മാസ്റ്റർ മൈൻഡിനെ ജയിലിലേക്ക് അയക്കാനുള്ള സമയമാണ്. ക്ലാര, ഇനി നിന്റെ കളി അവസാനിച്ചു. അല്ല അല്ല, ഞാൻ വെറുമൊരു ഗാലറി ക്യൂറേറ്റർ മാത്രമാണ്. അതെ, ഞാൻ പേടിച്ചതുകൊണ്ടാ പുറത്തുനിന്ന് വന്നതാണെന്ന് കള്ളം പറഞ്ഞത്. എന്നാൽ ഈ പെയിന്റിംഗ് ഇവിടെ ആരാ ഒളിപ്പിച്ചതെന്ന് എനിക്കറിയില്ല. ആരേ വോ, കള്ളത്തിന് മേൽ കള്ളം പറഞ്ഞ് ലെയർ ആയിട്ടുള്ള ലേയർഡ് പൊറോട്ട പോലെയാണല്ലോ കൊണ്ടുപോകുന്നത്. മെഹുൽ സർ, ഇതിന്റെ അവസാനത്തെ രഹസ്യങ്ങൾ ഇനി അങ്ങ് തന്നെ പുറത്തു കൊണ്ടുവരൂ. ക്ലാര, നമ്മൾ മുകളിലെ ഹോളിലായിരുന്നപ്പോൾ നിന്റെ കഴുത്തിലുള്ള വിലപിടിപ്പുള്ള ഡയമണ്ട് നെക്ലേസ് ഞാൻ ശ്രദ്ധിച്ചിരുന്നു. അതിലൊരു മഞ്ഞു പോലുള്ള തണുപ്പ് കാരണം നേരിയ തോതിൽ വേപ്പർ ഉണ്ടായിരുന്നു. ഈ മുഴുവൻ ബിൽഡിംഗിലും ജനറേറ്റർ റൂം കൂടാതെ ഈ ബേസ്മെന്റിൽ മാത്രമാണ് എസിയുടെ ടെമ്പറേച്ചർ ഇത്രയും കുറവായിട്ടുള്ളത്. ഇതിനർത്ഥം നീ വളരെ നേരമായി ഈ തണുത്ത ബേസ്മെന്റിൽ ഒളിച്ചിരിക്കുകയായിരുന്നു. നീ മുകളിൽ പോയി സ്കൈലൈറ്റിന്റെ ഗ്ലാസ് തകർത്തു. നനഞ്ഞ കയർ താഴേക്ക് തൂക്കിയിട്ടു. എല്ലാവരെയും പുറത്തുനിന്ന് ആരോ വന്നതാണെന്ന് തെറ്റിദ്ധരിപ്പിക്കാനും പെയിന്റിംഗുമായി ഇവിടെ വന്ന് ഒളിക്കുവാനും വേണ്ടിയായിരുന്നു അത്. മെഹുലിന്റെ ഈ തണുത്ത നെക്ലേസ് ലോജിക്കിന് മുൻപിൽ ക്ലാര പൂർണ്ണമായും തകർന്നുപോയി. അവൾക്ക് രക്ഷപ്പെടുവാൻ മറ്റൊരു വഴിയും അവശേഷിച്ചില്ല. അതെ, ഞാൻ തന്നെയാണ് ഈ പെയിന്റിംഗ് മോഷ്ടിച്ചത്. എന്നോട് ക്ഷമിക്കൂ മെഹുൽ സർ. ഞാൻ തകർന്നു പോയിരുന്നു. എനിക്ക് മുകളിൽ വലിയൊരു കടബാധ്യത ഉണ്ടായിരുന്നു. എന്റെ ദൈവമേ, കടം വീട്ടാൻ വേണ്ടിയാണോ ഇത്രയും വലിയ മോഷണം നടത്തിയത്? ഇതിലും നല്ലത് നീ ഞങ്ങളുടെ ഡിറ്റക്റ്റീവ് IQ 3 ഗെയിം കളിക്കുകയായിരുന്നു. ബുദ്ധിയും വികസിക്കുമായിരുന്നു, നല്ല രസവുമായിരുന്നേനെ. ക്ലാര, നീ വിലമതിക്കാനാവാത്ത ആർട്ട് വിൽക്കുവാനാണോ പ്ലാൻ ചെയ്തത്? ഈ പെയിന്റിംഗ് മാർക്കറ്റിൽ അത്ര എളുപ്പത്തിൽ വിൽക്കുവാനും കഴിയില്ല. ഇത് വിൽക്കുക എന്നതായിരുന്നില്ല എന്റെ പ്ലാൻ സർ. എനിക്ക് ഈ ഗാലറിയുടെ ഓണർ ആകണമായിരുന്നു.
ഈ പെയിന്റിംഗ് മോഷണം പോകുന്നതിലൂടെ ഗാലറിക്ക് ഇൻഷുറൻസ് ക്ലെയിം ലഭിക്കുമായിരുന്നു. കൂടാതെ നഷ്ടം കണ്ട് ബോർഡ് മെമ്പേഴ്സ് ഈ ഗാലറി എനിക്ക് വില കുറച്ച് വിൽക്കുമായിരുന്നു. ക്ലാര കുറ്റം സമ്മതിക്കുന്നു. മെഹുൽ വിളിച്ചതനുസരിച്ച് പോലീസ് ഉടൻ തന്നെ ബേസ്മെന്റിലേക്ക് പ്രവേശിക്കുന്നു. ക്ലാരയുടെ കൈകളിൽ വിലങ്ങ് അണിയിക്കുന്നു. അതിമോഹം വലിയൊരു ആപത്താണ് മാഡം. എന്തായാലും ഇൻസ്പെക്ടർ സാബ്, ഇപ്പോൾ മോഷണ വസ്തുക്കളെല്ലാം കണ്ടെടുത്ത സ്ഥിതിക്ക് നമുക്ക് നല്ല ചൂടുള്ള പനീർ ടിക്കയോ അല്ലെങ്കിൽ സമൂസയോ കിട്ടുമോ? ആലിയ, നിനക്ക് മാറാൻ കഴിയില്ല. ശരി ഇൻസ്പെക്ടർ സാബ്, ഈ കള്ളനെ കൊണ്ടുപോയിക്കോളൂ. കേസ് ക്ലോസ്ഡ്.